അബുദാബി ബ്രിഡ്ജ് സമ്മിറ്റിന്റെ രണ്ടാം ദിനവും ആവേശഭരിതമായിരുന്നു. പ്രമുഖ താരം പ്രിയങ്ക ചോപ്ര ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് വേദിയിലെത്തി. സാങ്കേതിക വിദ്യയും മാധ്യമ ലോകവും കൈകോർക്കുന്ന മേളയിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിർണായക ചർച്ചകളാണ് നടക്കുന്നത്. അബുദാബിയിൽ നിന്ന് അക്ഷയ് പേരാവൂർ ചേരുന്നുണ്ട്. അക്ഷയ്, എങ്ങനെ നടന്നു ഇന്നത്തെ സമ്മിറ്റ്? ഗൂഗിൾ, മെറ്റ, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് തുടങ്ങി ലോകത്തെ മീഡിയ കമ്പനികളെല്ലാം അണിനിരക്കുകയാണ് അബുദാബിയിൽ നടക്കുന്ന ബ്രിഡ്ജ് സമ്മിറ്റിൽ. ലോകത്തെ ഏറ്റവും വലിയ മാധ്യമ സംഗമമായി മാറുകയാണ് 130-ലധികം രാജ്യങ്ങളിൽ നിന്നായി 60,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ബ്രിഡ്ജ് സമ്മിറ്റ്. രണ്ടാം ദിനം ശ്രദ്ധേയമായത് പ്രിയങ്ക ചോപ്രയുടെ സാന്നിധ്യമായിരുന്നു. അതിരുകൾക്കപ്പുറമുള്ള കഥ പറച്ചിൽ എന്ന വിഷയത്തോടെ വേദിയിലെത്തിയ പ്രിയങ്ക പറഞ്ഞു തുടങ്ങി. No, it's not the opportunities presented themselves to me. It's opportunities were taken away from me, so I had to pivot. അവസരങ്ങൾ തന്നെ തേടി വന്നില്ല, എനിക്ക് അവ സൃഷ്ടിക്കേണ്ടി വന്നു. സിനിമ, കരിയർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് പ്രിയങ്ക സംസാരിച്ചതെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സ്വാധീനവും വെല്ലുവിളിയും എന്ന വിഷയവുമായി ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് പ്രതിനിധികൾ വേദിയിലെത്തി. പ്രമുഖ ടെക് കമ്പനികൾ തങ്ങളുടെ പുതിയ കണ്ടന്റ് ക്രിയേഷൻ ടൂളുകൾ അവതരിപ്പിക്കാനും മേള ഉപയോഗപ്പെടുത്തി. ബ്രിഡ്ജിലെത്തുന്ന സന്ദർശകർക്ക്, അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും മീഡിയ ഫീൽഡിൽ നിന്നുള്ളവരാണെങ്കിലും, അവർക്ക് ഗൂഗിൾ, എക്സ്, സ്നാപ്ചാറ്റ്, ട്വിറ്റർ പോലെയുള്ള കമ്പനികളിലേക്ക് ഡയറക്റ്റ് ആക്സസ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് ബ്രിഡ്ജിനെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഒരു പവലിയനിലാണ് ഞാനുള്ളത്. ഇവിടെ മലയാളികളാണ് ഗൂഗിളിൻ്റെ സർവീസും മറ്റു കാര്യങ്ങളും വിശദീകരിക്കാനുള്ളത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഹായ്, എന്താ പേര്? യൂനസ്. എവിടെ? നാട്ടിലെ എറണാകുളം. ഞാൻ പാലക്കാട് ഷോണോ. ഇപ്പം ബ്രിഡ്ജിലെ ഈ ഒരു ഗൂഗിളിൻ്റെ ഒരു പവലിയൻ, എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഞങ്ങൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത് ഗൂഗിൾ ഫോർ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഞങ്ങൾ എഡ്യൂക്കേഷൻ ടൂൾസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജെമിനി, നാനോ ബനാന, നോട്ട്ബുക്കിലെല്ലാം അങ്ങനത്തെ കുറേ ടൂൾസ്. സമ്മിറ്റിന്റെ അവസാന ദിവസമായ നാളെ ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ മീഡിയ എന്ന വിഷയത്തിലൂന്നിയ സുപ്രധാന സെഷനുകളാണ് നടക്കുക. It's amazing. I mean, I've been meeting some amazing people from all over the world. I think that was the whole point of Bridge Summit, and I'm getting to understand how different industries are working, where are we growing together, what Abu Dhabi is doing for their different industries. നല്ലൊരു അവസരമാണ്. It was a good space to interact and network with people. അബുദാബിയിൽ നിന്ന് യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ, മീഡിയ 1.